നമസ്കാരം ഗായ്സ്. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ടാപ്പോ എന്ന് പറയുന്ന TP-Link കമ്പനിയുടെ ഒരു ക്യാമറ അൺബോക്സിങ്ങും അതുപോലെ തന്നെ അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളതുമാണ്. വൈഫൈയിലേക്ക് നമുക്ക് എങ്ങനെ അത് ഇൻസ്റ്റാളേഷൻ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഇതാണ് ടാപ്പോയുടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു 2 ദിവസം മുമ്പ് വന്നിട്ടുള്ളതാണ്. ടാപ്പോയുടെ 210 എന്ന് പറയുന്ന മോഡലാണിത്. നമ്മുടെ അടുത്ത് ഓൾറെഡി TP-Linkന്റെ വേറെ ക്യാമറ ഉണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് വീണ്ടും 2 ക്യാമറ കൂടെ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് അതിലേക്ക് വീണ്ടും അതേ ആപ്ലിക്കേഷനിലേക്ക് എങ്ങനെ കൂടുതൽ ക്യാമറാസിനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ജസ്റ്റ് അൺബോക്സ് ചെയ്യാം. നല്ല രീതിയിലുള്ള പാക്കിങ്ങിലാണ് കേട്ടോ അത് വന്നിട്ടുള്ളത്. നല്ല പാക്കിങ്ങാണ്. ഓക്കെ, ഇത് തുറക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഇതിനകത്ത് മറ്റൊരു ബോക്സിലാണ് ഇത് ഉള്ളത് ക്യാമറ. ഓക്കെ, നല്ല പാക്കിങ് എന്ന് പറയാൻ ഞാൻ വെറുതെ പറഞ്ഞല്ല. ഞാൻ ഓൾറെഡി ഒരു ബോക്സ് ഞാൻ പൊട്ടിച്ചു നോക്കിയപ്പോൾ അത് നല്ല പാക്കിങ്ങാണ്. ശേഷം ഇതിന് മുകളിലൊരു കവറിങ് ഉണ്ടാവും. അത് നമുക്ക് ഇതുപോലെ പൊടിച്ചു കൊടുക്കും. ഓക്കെ, അതിനുശേഷം ഇതുപോലൊരു പാക്കിങ്ങിലാണ് വരുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ ക്യാമറയുടെ മോഡൽ എന്ന് പറയുന്നത്. ഈ ഒരു മോഡൽ ക്യാമറയാണ്. നമ്മളുടെ അടുത്ത് മറ്റൊരു ക്യാമറ നേരത്തെ വാങ്ങിച്ചത് നമ്മൾ ഇതിലും വലിയ മോഡലാണ്. ഇതിനകത്ത് ക്യാമറ ഉണ്ട്. ഓക്കെ, ക്യാമറ ഉണ്ട്. ഇത് 360 ഡിഗ്രിയിൽ ഇത് റൊട്ടേറ്റ് ആവും കേട്ടോ. അതുപോലെ തന്നെ ഇത് അപ്പ് ആൻഡ് ഡൗണും ആവും. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു ചാർജറാണ്. ഇതിൻ്റെ പവർ അഡാപ്റ്ററാണ്. ഏകദേശം എനിക്ക് തോന്നുന്നത് 2 മീറ്ററോളം ഇതിൻ്റെ കേബിൾ ലെങ്ത് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ക്യാമറ നമുക്ക് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചുമരിൽ വാളിലൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോക്കിംഗ് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ലോക്ക് വരുന്നുണ്ട്. ഇതിലാണ് നമ്മൾ ക്യാമറ നിർത്തുന്നത്. അതുപോലെ തന്നെ ഇത് സ്ക്രൂ ചെയ്യാനുള്ള ഇതിൻ്റെ സ്ക്രൂവും അതിൻ്റെ പ്ലഗും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഈ ക്യാമറയിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണെന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം അല്ലേ. ഓക്കെ, ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ടാപ്പോ എന്ന് പറയുന്ന നമ്മുടെ ആപ്ലിക്കേഷനിൽ ടാപ്പോ എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ടാപ്പോ ക്യാമറ എന്ന് പറയുന്ന ആപ്പ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്യണം. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് അവിടെ ഓപ്പൺ എന്ന് കാണിക്കുന്നത്. അല്ലാത്ത പക്ഷം ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനാണ് വരിക. അങ്ങനെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു മെനു വരും. അത് നമ്മളവിടെ ഓപ്പൺ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ ക്യാമറ ജസ്റ്റ് പ്ലഗ് ചെയ്യുക. മീൻസ് അതിൻ്റെ കറണ്ടിലേക്ക് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഓൺ ചെയ്യാം. ഓൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ക്യാമറയിൽ ഗ്രീനും റെഡ് സിഗ്നൽ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കണം. മാറി മാറി ബ്ലിങ്ക് ആകുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുക. അതിനുശേഷം നമ്മുടെ ഫോണിലെ വൈഫൈ സെറ്റിങ്സിൽ വൈഫൈ ഓപ്പൺ ചെയ്യുക. വൈഫൈ എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണിക്കും. നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ ഓഫീസിലൊക്കെ ഓൾറെഡി വൈഫൈ ഉണ്ടെങ്കിൽ ആ ഒരു കണക്ഷനും ഈ ക്യാമറയുടെ വൈഫൈയും കാണിക്കും. അതിൽ നിന്നും ക്യാമറയുടെ വൈഫൈ ആ ഒരു പേരിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ടാപ്പോ എന്ന് പറയുന്ന ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അതിൽ ഏറ്റവും മേലെയായിട്ട് നമുക്ക് ആഡ് പ്ലസ് എന്നുള്ളൊരു ചിഹ്നം കാണിക്കും. അതിൻ്റെ ഏറ്റവും വലതുഭാഗത്ത് മുകളിലായിട്ട് അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, ആഡ് എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ
ആഡ് ഡിവൈസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നിങ്ങളുടെ ക്യാമറ ഏതാണോ, ഇൻഡോർ ക്യാമറാസ് ആണെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിന്ന് തന്നെ ഈ ഇൻഡോർ ക്യാമറയിൽ ഒരുപാട് മോഡലുകൾ അതിൽ കാണുന്നുണ്ട്. അതിൽ നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ള പർച്ചേസ് ചെയ്തിട്ടുള്ള മോഡൽ ഏതാണോ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്യാമറ ഓൾറെഡി റെഡും ഗ്രീനും സിഗ്നൽ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ അതിലേറ്റവും താഴെ ഓൾറെഡി റെഡ് ആൻഡ് ഗ്രീൻ എന്നുള്ള സംഗതി സെലക്ട് ചെയ്യാം. അത് വരണം കേട്ടോ, ആ ഒരു റെഡും ഗ്രീനും. അതിനുശേഷം നമ്മൾ ഇതുപോലെ നമ്മളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്യാമറ ഇതുപോലെ വൈഫൈയിലേക്ക് കണക്റ്റ് ആവും. നമ്മുടെ വീട്ടിലുള്ള വൈഫൈയിലേക്കാണ് കണക്റ്റ് ആകുന്നത്. അപ്പോൾ വൈഫൈയുടെ പാസ്വേഡ് പേരൊക്കെ അവിടെ കാണിച്ചു തരും. അപ്പോൾ അതിന് ശേഷം നമ്മൾ വീണ്ടും നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യും, അതൊന്നും കൂടെ അത് കറക്റ്റാണോ എന്നുള്ളതും കൂടെ നമുക്കൊന്ന് അവർ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ അത് നമ്മൾ വീണ്ടും അവിടെ വെച്ചിട്ടും നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. ഇതുപോലെ കാണിക്കും, അവിടെ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. അപ്പം ക്യാമറ വൈഫൈയിലേക്ക്, നമ്മുടെ വീട്ടിലുള്ള വൈഫൈയിലേക്ക് കണക്റ്റായി എന്നുള്ള ഒരു മെസ്സേജ് ക്യാമറയിൽ നിന്നും വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ കണക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ വരുന്നൊരു ഓപ്ഷനാണ് ക്യാമറയുടെ പേര് നമുക്ക് വേണമെങ്കിൽ മാറ്റാം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മളെ വീട്ടിൽ ഒരുപാട് ക്യാമറകൾ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓരോ ക്യാമറക്കും വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 2 എന്ന് പറയുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ നെറ്റ്വർക്കിൻ്റെ ആ ഒരു പേര്, ഡിവൈസിൻ്റെ ടാപ്പോ ഡിവൈസിൻ്റെ കണക്റ്റായിട്ടുള്ള പേര് കാണിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിൽ നിന്നും വേണമെങ്കിൽ ഇതിനൊരു ഇമേജ്, ഒരു ഐക്കൺ കൊടുക്കാം. ഓരോ ക്യാമറക്കും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഐക്കണുകൾ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ അത് സെലക്ട് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഇതുപോലൊരു മെസ്സേജ് വരും, സൗണ്ട് ഗുഡ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് വരും. പിന്നെ ഇത് വരുന്നത് നമുക്ക് ഈ ഒരു ഓപ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ iCloud പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. നമുക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കാം. ഓക്കെ, പിന്നെ ഇതുപോലെ ഈ ഒരു രീതിയിൽ ഇപ്പം നമുക്ക് ഓൾറെഡി 2 ക്യാമറ നമ്മുടെ ആപ്പിൽ കാണിക്കുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള 2 ക്യാമറകളാണ് അത് നമുക്കിതിൽ കാണിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ക്യാമറ ഇതുപോലെയാണ് കാണുന്നത്. ഓക്കെ, ഇതുപോലെയാണ് നമുക്ക് ക്യാമറയുടെ വ്യൂസ് കിട്ടുന്നത്. നല്ല രീതിയിൽ, നല്ല ക്ലാരിറ്റി, പിന്നെ അതുപോലെ തന്നെ നല്ല ക്യാമറയാണ്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണവും. എല്ലാം ചെയ്യുക, ആളുകളെ നമ്മൾ വെറുതെ വഞ്ചിതരാക്കുക എന്നുള്ള രീതി ഒഴിവാക്കിയിട്ട് പകരം നല്ല സാധനം ആളുകൾക്ക് പരിചയപ്പെടുത്തുക, അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ഇതിൻ്റെ മോഷൻ ഡിറ്റക്ഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് 3 രീതിയിൽ മോഷൻ ഡിറ്റക്റ്റ് ആവും. ഒന്ന് ചെറിയ രീതിയിലുള്ള അനക്കങ്ങൾ, അതുപോലെ ആളുകളെ ഡിറ്റക്റ്റ് ആയിക്കഴിഞ്ഞാൽ അത് പേഴ്സൺ ഡിറ്റക്ഷൻ, പിന്നെ ക്യാമറ ചൂടായി കഴിഞ്ഞാലുള്ള ഡിറ്റക്ഷൻ. അത് 3ആണ്. അത് നമ്മൾ എപ്പോഴും ഈ അനക്കങ്ങളുടെ സെൻസിറ്റിവിറ്റി കുറച്ചിടുന്നതാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് എപ്പോഴും ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ കൊടുക്കുവാണെങ്കിൽ എപ്പോഴും മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ആളുകളെ ഡിറ്റക്റ്റ് ആയാൽ മാത്രം സെൻസിറ്റിവിറ്റി കൂട്ടിയിട്ടാൽ മതി. അപ്പോൾ അത് നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്. സാധാരണ ഞാൻ അങ്ങനെയാണ് വീട്ടിലുള്ള ക്യാമറകളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ അനക്കങ്ങൾ എപ്പോഴും അങ്ങനെ മെസ്സേജ് വരില്ല. പിന്നെ ഇതിൽ നമുക്ക് ഡബിൾ സൈഡ് സംസാരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. നമുക്ക് അങ്ങോട്ട് സംസാരിക്കണം. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ആണെങ്കിൽ, വീട്ടിൽ നിന്ന് ഒരുപാട് കിലോമീറ്ററുകൾ ദൂരത്താണെങ്കിൽ നമുക്ക് ജസ്റ്റ് അതിലെ സൗണ്ട് റെക്കോർഡിങ്ങും നെക്കി പിടിച്ചുകൊണ്ട് വോയിസുകൾ നമുക്ക് വീട്ടിലേക്ക് അയക്കാനായിട്ട് പറ്റും. തിരിച്ചവർക്കും പറയാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ക്യാമറയുടെ ജസ്റ്റ് നൈറ്റിലെ ഒരു വ്യൂ ആണിത്. രാത്രി കാലത്തുള്ള വ്യൂ ആണ്. നൈറ്റ് വിഷനിൽ ഇതൊരു പ്ലേ ബാക്ക് കാണിക്കുന്നതാണ്. നൈറ്റ് വിഷനിൽ റെക്കോർഡാകുന്ന ഒരു വീഡിയോയുടെ ക്ലാരിറ്റിയാണ്. ഇതൊക്കെ പ്ലേ ബാക്ക് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതിൽ 256 GB മെമ്മറി കാർഡ് വരെ ഈ ഒരു ക്യാമറയിൽ ഇടാം. പക്ഷേ നമ്മുടെ അടുത്ത് നേരത്തെ ഉള്ളതിൽ 512 ഇടാം. അപ്പോൾ അതൊക്കെ നമുക്ക് ഏകദേശം 1 മാസത്തോളമുള്ള വീഡിയോസൊക്കെ റെക്കോർഡാവും. അതിലും കൂടുതലാവും. നമ്മുടെ മെമ്മറി കാർഡിൻ്റെ സ്റ്റോറേജ് അനുസരിച്ച് നമുക്ക് അതിൽ ബാക്കപ്പ് വരും.
അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരുപാട് ഓപ്ഷൻ വേറെ ഉണ്ട്. അതിൽ വീഡിയോയുടെ ക്ലാരിറ്റി നമുക്കത് കൂട്ടിയിടാം. മീൻസ് അതിൽ വീഡിയോ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ലൈറ്റുകൾ മീൻസ് ഒരു ആളെ രാത്രി കാലങ്ങളിൽ ഡിറ്റക്റ്റ് ആയി കഴിഞ്ഞാൽ ക്യാമറയിൽ നിന്നും ഒരു ലൈറ്റ് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഇമേജ് എടുക്കുന്ന രീതി വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. പക്ഷേ പലപ്പോഴും അതിൻ്റെ സമയമൊക്കെ ഉണ്ട്. അത് 5 മിനിറ്റ് വേണോ, ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ അത് 5 മിനിറ്റ് വേണോ 10 മിനിറ്റ് വേണോ എന്നുള്ളതൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാളെ ഡിറ്റക്റ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ലൈറ്റ് വന്നിട്ട് അയാളുടെ ഇമേജ് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ട് ക്യാമറയിൽ. പക്ഷേ ഞാനത് ആ ഒരു സംവിധാനം ക്ലോസ് ചെയ്തിടുകയാണ് ചെയ്യുക. കാരണം അവിടെ ഒരു ക്യാമറ ഉണ്ട് എന്നുള്ളത് ആ വ്യക്തികൾക്ക് അത് മനസ്സിലാകുന്ന ഒരു രീതിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നൈറ്റ് വിഷൻ്റെ റെക്കോർഡിങ്ങിൻ്റെ മോഡുകൾ 3 കാണിക്കുന്നുണ്ട്. ഇൻഫ്രാറെഡ് മോഡ്, ഫുൾ കളർ മോഡ്, സ്മാർട്ട് മോഡ്. അതിൽ ഈ സ്മാർട്ട് മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ഞാൻ ഈ പറഞ്ഞ ഓപ്ഷൻ വരാറ്. അങ്ങനെ ഒരാളെ ഡിറ്റക്റ്റ് ആയി കഴിഞ്ഞാൽ ലൈറ്റ് വരും, അയാളുടെ ഇമേജ് മൊത്തം എടുക്കും, ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ലൈറ്റ് ഓഫ് ആവും. അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് ശരിക്കും എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാനത് ക്ലോസ് ചെയ്തിട്ടും. എപ്പോഴും നമ്മൾ ആ ഒരു വിഷയത്തിൽ ഇൻഫ്രാറെഡ് മോഡ് സെലക്ട് ചെയ്യുന്നത് നന്നാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. നൈറ്റ് വിഷനിൽ തന്നെ നല്ല ക്ലാരിറ്റിയുള്ള ക്യാമറയാണ് കേട്ടോ. നല്ല രീതിയിലുള്ള ക്യാപ്ചറാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും ഒരു വീഡിയോ ആയിട്ട് നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിൽ സൂക്ഷിക്കാനൊക്കെ പറ്റും. അതുപോലെ നമുക്കത് ആ വീഡിയോ എടുത്തിട്ട് നമുക്ക് മറ്റു ആളുകൾക്ക് അയച്ചു കൊടുക്കാനോ അങ്ങനെയുള്ള സംഗതികൾക്കൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. നല്ല ഹൈ ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ ഓരോ വീഡിയോസും നമുക്ക് സേവായിട്ട് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ആക്ടിവിറ്റി ടൈപ്പ് 3 തരം ആക്ടിവിറ്റി ടൈപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൽ 3 തരം ആക്ടിവിറ്റീസ് ഉണ്ട്. മോഷൻ ഡിറ്റക്ഷൻ, പേഴ്സൺ ഡിറ്റക്ഷൻ, ക്യാമറ ടെമ്പറിങ്. ഈ മോഷൻ ഡിറ്റക്ഷൻ നമ്മളതിൻ്റെ സെൻസിറ്റിവിറ്റി വേണമെങ്കിൽ നമുക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനുള്ള ഓപ്ഷനാണ്. അതിലേതിനാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരേണ്ടത് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചാണ്. നമുക്ക് അനക്കങ്ങൾ വേണ്ട എന്നുണ്ടെങ്കിൽ അതിൻ്റെ ടിക്ക് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കിയിടാം. അതുപോലെ ഇതിന് നമുക്ക് ചെറിയ അനക്കങ്ങൾ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് സെൻസിറ്റിവിറ്റി കുറച്ചിട്ടാലും മതി. പിന്നെ ഇതിൽ നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ക്യാമറ ട്രാക്കിംഗ് ആണ്. എന്തെങ്കിലും ഒരു അനക്കമോ അതല്ല ഒരു പേഴ്സൺ ഡിറ്റക്റ്റ് ആയി കഴിഞ്ഞാൽ ക്യാമറ പിന്നെ നമുക്ക് ഇതിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇത് റീബൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ ക്യാമറയുടെ സെറ്റിങ്സിലുണ്ട്. നമുക്ക് വേണമെങ്കിൽ ക്യാമറ റീബൂട്ട് ചെയ്യാനൊക്കെ പറ്റും. എന്തെങ്കിലും എറർ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ റീബൂട്ട് ചെയ്യിക്കാം ക്യാമറ. പിന്നെ ഇതുപോലെ നമുക്ക് നമ്മുടെ ക്യാമറയിൽ മോഷൻ ഡിറ്റക്ഷനിലെ നോട്ടിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പേഴ്സൺ ഡിറ്റക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ക്യാമറയുടെ ഇതുപോലെ മെസ്സേജ് വരും എന്നുള്ളത് വലിയൊരു ഫീച്ചേഴ്സാണ്. നമ്മളെവിടെയാണെങ്കിലും നമ്മുടെ വീട് നമ്മുടെ അണ്ടറിലാണ് എന്നുള്ള ഒരു ഫീല് നമുക്കതൊരു വലിയൊരു ആശ്വാസമാണ്. വീട്ടിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഉടനെ മൊബൈലിലേക്ക് മെസ്സേജ് വരിക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ള 2 ക്യാമറയാണ്. ഒന്ന് ഔട്ട്ഡോറും ഒന്ന് ഇൻഡോറുമാണ്. അതിലിതാ നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തത് ഇൻഡോർ ക്യാമറയാണ്. ഇതുപോലെ നമുക്ക് ഇതിനെ സ്ക്രീന് വലുതാക്കിയിട്ടൊക്കെ നമുക്ക് സൂം ചെയ്ത് നോക്കാനും പിന്നെ അതുപോലെ ഓരോ ആംഗിളിലേക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ, അതുപോലെ നമ്മൾ ഡിറ്റക്റ്റ് ആയിട്ടുള്ള ആളുടെ സൂം ചെയ്തിട്ട് നമുക്ക് നോക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സാധിക്കും. ഇതിൽ നല്ല ക്ലാരിറ്റിയും അതുപോലെ തന്നെ നല്ല വീഡിയോ ആണ്.
അതുപോലെ തന്നെ നമുക്ക് എത്ര ഡിവൈസ് വേണമെങ്കിലും ഈ ഒരു ആപ്പിലേക്ക് നമുക്ക് വീണ്ടും വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ്. ജസ്റ്റ് വീണ്ടും ആഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ഇതുപോലെ ഉള്ള പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ടാപ്പോയുടെ ക്യാമറയുടെ ഇൻസ്റ്റാളേഷൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക്